ഈ ദിവസങ്ങളിൽ നമ്മൾ വളരെയധികം പ്രാർത്ഥിക്കേണ്ടത്, പല രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങളുടെ വക്കിലെത്തിയിട്ടുണ്ട്. അതിനെ സമാധാനപൂർണമായൊരു അന്തരീക്ഷത്തിലേക്ക് വരാൻ നാം പ്രാർത്ഥിക്കണം. ശാന്തതയും സാവധാനതയുമുള്ളൊരു ജീവിതം ജനങ്ങൾക്കും രാജ്യങ്ങൾക്കും ഉണ്ടാകാൻ ബൈബിളിൽ പ്രാർത്ഥിക്കണമെന്ന് തന്നെ കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് എല്ലാ രാജ്യത്തും നമ്മുടെ മലയാളി പ്രിയപ്പെട്ടവരുണ്ടല്ലോ. അത് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാണ്ട് പ്രാർത്ഥിക്കാതെ നിവൃത്തിയില്ല. നമ്മുടെ വേണ്ടപ്പെട്ടവർ എവിടെയുണ്ട്. ഇനി ചന്ദ്രനിൽ ചെന്നാൽ അവിടെ ഒരു ചായക്കട കാണും, നമ്മുടെ മലയാളിയുടെ. എവിടെ പോയാലും മലയാളി ഇല്ലാത്ത സ്ഥലമില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. രാജ്യങ്ങളിലെ സമാധാനത്തിനായി പ്രാർത്ഥിക്കണം. അതായത് എഹെസ്കേലിൽ പറയുന്നു, ദേശം നശിച്ചു പോകാതിരിക്കേണ്ടതിന്, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതിന് ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു കണ്ടില്ലെന്ന്. നശിക്കാതിരിക്കാൻ, രാജ്യങ്ങൾ നശിക്കാതിരിക്കാൻ രാജ്യങ്ങളിടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ വേണം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം ഉണ്ടാകാതിരിപ്പാൻ, കൊറിയയും തമ്മിൽ യുദ്ധം ഉണ്ടാകാതിരിപ്പാൻ, ഇസ്രായേലും മറ്റു മുസ്ലിം രാജ്യങ്ങളും തമ്മിൽ യുദ്ധം ഉണ്ടാകാതിരിപ്പാൻ നാം പ്രാർത്ഥിക്കണം. അവർക്കെല്ലാം സമാധാനം വേണം. നമ്മൾ ഇസ്രായേലിൻ്റെയും പക്ഷമല്ല, മുസ്ലിങ്ങളുടെയും പക്ഷമല്ല. നാം ദൈവത്തിൻ്റെ പക്ഷമാണ്. ദൈവത്തിന് എല്ലാവരും 800 കോടി ജനം ഒരുപോലെയാണ്. ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തതാണ്, എന്നാൽ അവർ യേശു ക്രിസ്തുവിനെ വരെയും തള്ളിക്കളഞ്ഞവരാണ്. അതിൻ്റെ ശിക്ഷ അവരനുഭവിച്ചതുമാണ് ഹിറ്റ്ലറിൻ്റെ കാലത്ത്. അപ്പോൾ അവർക്കുള്ള ഈ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അബ്രഹാമിനോടുള്ള ഉടമ്പടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പലരും തെറ്റിദ്ധരിക്കും, ഈ ക്രിസ്ത്യാനികൾക്ക് ഇസ്രായേലിനോടാണ് ചായ്വ്. ഇല്ല. നിങ്ങൾ സത്യമറിയുന്ന ഒരു ക്രിസ്ത്യാനി എല്ലാവരോടും കരുണയുള്ളവരായിരിക്കും, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഇസ്രായേലിൻ്റെ പക്ഷമൊന്നുമില്ല. ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുമ്പോൾ ദൈവം ഒരാൾ പോലും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. അതിൻ്റെ അർത്ഥം ഒരാൾ പോലും ആത്മഹത്യ ചെയ്യുന്നതോ മരിക്കുന്നതോ കർത്താവിന് ഇഷ്ടമല്ല. നമ്മൾ ഈ കാണുന്ന ഈ തീവ്രവാദ സംഘടനകൾ, ഈ പേരുകളൊക്കെ, എന്തെല്ലാം പാർട്ടികളുടെ പേര്, ഭീകര സംഘടന ഉണ്ടെങ്കിലും അതിനകത്തുള്ളവരെല്ലാം മനുഷ്യരാണ്, പാവപ്പെട്ട മനുഷ്യരാണ്. കൊച്ചു പ്രായത്തിൽ ഏതോ ട്രാപ്പിൽ പെട്ടതാണ്. അവരെല്ലാം നല്ല മനുഷ്യരാണ്. അവരുടെ അകത്തൊക്കെ ഒരു ഹൃദയമുണ്ട്. അവരും രക്ഷിക്കപ്പെടേണ്ടവരാണ്. അവരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നിത്യമായ സ്വർഗത്തിൽ ചെല്ലേണ്ടവരാണ്. ശൗലിനെ പൗലോസാക്കിയ അതേ കർത്താവാണ് എല്ലാവരെയും കർത്താവ്. അതുകൊണ്ട് വിശ്വസ്തയോടെ ബൈബിൾ വായിക്കുന്ന, സത്യസന്ധമായിട്ട് ബൈബിൾ വായിക്കുന്ന ഒരാൾ ഒരു രാജ്യത്തെ സപ്പോർട്ട് ചെയ്യില്ല. അവർ മനുഷ്യരെ സ്നേഹിക്കും. മനുഷ്യരുടെ പാപങ്ങളെ വെറുക്കുന്നുണ്ട്, മനുഷ്യരെ സ്നേഹിക്കണം. യേശു ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനായിരുന്നു എന്നാണ്. ചുങ്കക്കാരുടെയും പാപികളുടെ ശത്രുവായിരുന്നു എന്നല്ല. ഇന്ന് ഭൂമിയിൽ കാണുന്ന എല്ലാവരും പാപികളാണ്. തീവ്രവാദ സംഘടനയിലുള്ളവരും വീട്ടിലിരുന്ന് ചോറും കറിയും വെക്കുന്ന ഒരു പാവപ്പെട്ട ഒരമ്മച്ചിയും എല്ലാം ആദാമ്യ സന്തതികളാണ്. എല്ലാവരും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പാപികളാണ്. വലിയ പാപം ചെയ്താലും ചെറിയ പാപം ചെയ്താലും ദൈവം വിളിക്കുന്ന പേര് പാപി എന്ന് തന്നെയാണ്. അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ ഒറ്റ മാർഗമുള്ളൂ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നല്ല പാപി ചീത്ത പാപി എന്നൊന്നുമില്ല. എല്ലാവരും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ യേശുവിനെ സ്വീകരിക്കാത്ത, മാനവജാതിയുടെ രക്ഷയ്ക്കായിട്ട് വന്ന് യേശുവിനെ സ്വീകരിക്കാത്ത എല്ലാവരെയും ദൈവം തള്ളിക്കളയും. യേശുവിനെ സ്വീകരിക്കുന്ന ഏത് പാപിയെയും ദൈവം അംഗീകരിക്കുകയും ചെയ്യും. ക്രൂശിലെ
കള്ളനെ, കൊള്ളക്കാരനെ ഏറ്റൊടുവിൽ പറുദീസയെ കയറ്റിയതുപോലെ ആ മഹാപാപികൾ പലരും സ്വർഗത്തെ കണ്ടെന്നും വരും. അതുകൊണ്ട് യേശു പരീശന്മാരോട് പറഞ്ഞു, ചുങ്കക്കാരും പാപികളും നിങ്ങളെക്കാൾ മുമ്പിൽ ദൈവരാജ്യത്തിൽ ചെല്ലുമെന്ന്. അതിൻ്റെ അർത്ഥം നിങ്ങൾ കയറിയില്ലെങ്കിലും അവർ കയറും. ആര് വിശ്വസിക്കുന്നുവോ, ഇതാണ് വിശ്വാസം, രക്ഷയുടെ മാർഗം. രക്ഷയുടെ വാതിൽ തുറന്നു കിടക്കുകയാണ്. അതിന് ഗ്രേഡൊന്നുമില്ല. ഇന്ന അബ്രഹാമിൻ്റെ വീട്ടിൽ ജനിച്ചായിരിക്കണം, ഒന്നുമില്ല. ഒരു പാപിയായിരിക്കണം, യേശുവേ എന്ന് വിളിച്ച് ദൈവസ്ഥല ഏറ്റു പറയണം പാപങ്ങൾ. യേശുവിനെ കർത്താവ് രക്ഷകനായി സ്വീകരിക്കണം. ദൈവത്ര നല്ലവനാണ്. ഈ സത്യം അറിയാത്തവരാണ് ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നത്. ക്രിസ്ത്യാനികൾ ഇസ്രായേലിൻ്റെ കൂടെയാണ്, ക്രിസ്ത്യാനികൾ അങ്ങനെയാണ്. ഒന്നുമില്ല. ക്രിസ്ത്യാനികൾ, സാക്ഷാൽ ക്രിസ്ത്യാനികൾ, സത്യവേദ പുസ്തകം വായിച്ച് ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനി എല്ലാവരെയും സ്നേഹിക്കും, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും, ആരും നശിച്ചു പോകരുത്. അതാണ് ദൈവത്തിൻ്റെ ഹൃദയം. ദൈവത്തിൻ്റെ ഹൃദയം അറിയുന്ന ദാവീദുമാരാണ് ക്രിസ്ത്യാനികൾ. ആ ഒരു ഹൃദയം എല്ലാവർക്കും ഉണ്ടാകണം. ഇത് കേൾക്കുന്ന എല്ലാവരും മുഖപക്ഷം കാണിക്കരുത്. നമുക്കൊരു പാർട്ടിയുമില്ല, എന്നാൽ എല്ലാ പാർട്ടിയും നമ്മൾ അംഗീകരിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യണം. എല്ലാ പാർട്ടിയിലും മനുഷ്യരാണ്. എല്ലാ പാർട്ടികളിലുള്ള മനുഷ്യരെ നമ്മൾ സ്നേഹിക്കണം. തെറ്റുകളെ നമ്മൾ വെറുക്കുന്നു, എന്നാൽ അവരുടെ മനുഷ്യത്വത്തെ നമ്മൾ അംഗീകരിക്കണം. അതിനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ. ഇന്നത്തെ ആരാധനയിൽ യേശുവിനെ എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം നമുക്ക് ഉയർത്താം. ആമേൻ. നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, അമ്മയെ ഗീടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, അമ്മയെ ഗീടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു, നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു, ഏകരക്ഷകൻ യേശുവിനാൽ, ലോകരക്ഷകൻ യേശുവിനാൽ. നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു, നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു, ഏകരക്ഷകൻ യേശുവിനാൽ, ലോകരക്ഷകൻ യേശുവിനാൽ.
അങ്ങേ പോലാകാൻ നിൻ ഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ എന്നെ നൽകുന്നു പൂർണ്ണമായി മോദമോടിത പൂർണ്ണമായി. പ്രാർത്ഥനയോടെ പാടാം. നിൻ ഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ നിൻ ഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ നിന്നെ നൽകുന്നു പൂർണ്ണമായി മോദമോടിത പൂർണ്ണമായി എന്നെ നൽകുന്നു യേശുവേ എന്നെ നൽകുന്നു പൂർണ്ണമായി മോദമോടിത പൂർണ്ണമായി. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വീണ്ടും വരാം. 7-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച അതേ വാക്യം. അതിൻ്റെ ശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ചു. യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചത് കൊണ്ട് യഹൂദയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സില്ലായിരുന്നു. അപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിൽ എല്ലാവരും യേശുവിനെ ഇട്ടേച്ചു പോയി. എന്താണ് ഇട്ടേച്ചു പോയത്? യേശു സത്യം പറഞ്ഞു. എന്താണ്? എൻ്റെ മാംസം തിന്നണം, എൻ്റെ രക്തം കുടിക്കണം. യേശു അവരോട് പറയുകയും ചെയ്തു, എൻ്റെ മാംസവും എൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ ആത്മാവും ജീവനാണ്. എന്നാൽ യേശു പറഞ്ഞതിൻ്റെ നല്ല വശം അവരെടുത്തില്ല, അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു. ഇപ്പൊ യേശുവിന് ഒരു വഴിക്കും തിരിയാൻ പറ്റുന്നില്ല, അതുപോലത്തെ ഒരു അവസ്ഥ. ഇന്ന് പല ദൈവദാസന്മാർ ഈ പ്രശ്നം നേരിടുന്നുണ്ട്. എന്താണ്? ആ ദൈവദാസന്മാർ പറഞ്ഞ് നല്ലതെടുത്തില്ല, അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിട്ട് അതിന് വേറൊരു വ്യാഖ്യാനം കൊടുത്ത് അവർക്കെതിരെ കല്ലെറിയുകയാണ്, അപവാദങ്ങൾ പറയുന്നു. എത്ര ഭയങ്കര അപകടമാണ് ചെയ്യുന്നത്. ഒരു കാര്യം, നിങ്ങൾക്ക് കർത്താവിൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു മർമ്മം പറഞ്ഞു തരാം. ആരെയും നിങ്ങൾ വിമർശിക്കരുത്, അറിയാമെങ്കിലും അറിയാൻ പാടില്ലെങ്കിലും. അന്യന്റെ ദാസനെ വിധിക്കാൻ നീ ആരെന്ന് ദൈവം നമ്മോട് ചോദിക്കുന്നു. അതായത് എൻ്റെ ദാസനെ വിധിക്കാൻ നീ ആരാണ്? നമ്മൾ ആരെയും വിമർശിക്കരുത്, ആരെക്കുറിച്ചും ഒരു അപവാദം പറയരുത്, ആരെക്കുറിച്ചുമുള്ള ഒരു തെറ്റായ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യരുത്. ഒത്തിരി പേര് അയച്ചു തരും, അത് ആ വ്യക്തിക്ക് നാശമാണ്, ഫോർവേഡ് ചെയ്യുന്നവർക്ക് നാശമാണ്. കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തിൽ വരുന്ന ഒരുവന് ഒരു ഗ്ലാസ് വെള്ളം തണ്ണീര് കൊടുത്താൽ, അതായത് തണുപ്പിച്ചാൽ, ദാഹം തീർത്താൽ പ്രതിഫലമുണ്ട്. അപ്പൊ കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന ഒരുത്തനെ ചൂടാക്കിയാലോ, അവനെ വേദനിപ്പിച്ചാലോ, അവനെ തളർത്തിയാലോ, അവനെ വിയർപ്പിച്ചാലോ അതിനെല്ലാം ശിക്ഷയില്ലേ? പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളണം, അതിൻ്റെ പ്രതിഫലമുണ്ട്. ശിഷ്യനെന്ന് വെച്ച് ശിഷ്യനെ കൈക്കൊണ്ടാൽ അതിൻ്റെ പ്രതിഫലമുണ്ട്. അപ്പോൾ ഒരു എളിയവരിൽ ഈ ഏറ്റവും എളിയവർക്ക് ചെയ്യുന്നതെല്ലാം നിങ്ങൾ എനിക്കാണ് ചെയ്യുന്നതെന്ന് യേശു മറ്റൊരിടത്ത് പറഞ്ഞു. അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന ഒരാളെ നമ്മൾ കൈക്കൊള്ളണമെന്ന്. അവന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും നമ്മൾ അതിൻ്റെ അനുഗ്രഹത്തിൻ്റെ പങ്ക് പറ്റുന്നവരായി മാറുമെന്ന്. എത്ര വലിയൊരു പദവിയാണ്! എന്നാൽ പിശാച് ചെയ്യിക്കുന്ന നേർ വിപരീതമാണ്. ഒത്തിരി കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന ദൈവദാസന്മാരെ ഒത്തിരി കരയിപ്പിക്കുക, നിരാശപ്പെടുത്തുക, വെളിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത പരുവത്തിലാക്കുക, അപമാനപ്പെടുത്തുക. ജോസഫിന് പറ്റിയതുപോലെ ചെയ്യാത്ത പീഡനക്കേസിനെ, ആ പീഡനക്കേസിൽ പ്രതിയായി ജോസഫ് ജയിലിൽ കിടന്നു. എന്നാൽ ജോസഫ് പുറത്തു വന്നപ്പോൾ ആ രാജ്യത്തെ ഏറ്റവും പ്രമുഖനായി, അതായത് നീ എന്തെല്ലാം വിമർശിച്ചാലും, നീ എന്തെല്ലാം എതിർത്താലും
ദൈവം കണ്ടവൻ അതിനേക്കാൾ 10 മടങ്ങ് അനുഗ്രഹത്തോടെ പുറത്തു വരും. വിമർശനങ്ങൾ കൊണ്ടോ എതിർപ്പ് കൊണ്ടോ കല്ലേറുകൊണ്ടോ ദൈവരാജ്യം തോൽപ്പിക്കാമെന്ന് എടാ പിശാചെ നീ വിചാരിക്കേണ്ട, നിനക്ക് നടക്കില്ല. എന്നാൽ ഇത് കേൾക്കുന്ന ഓരോ പ്രൈസ് മീഡിയയിലൂടെ കേൾക്കുന്ന ജീസസ് എവരിഡേ കേൾക്കുന്നവരോട് പറയട്ടെ, നാം യേശുവിനെ അനുഗമിക്കുന്നവരാണ്. നമ്മളിൽ ആരും വിമർശകരുണ്ടാകരുത്. നമ്മിൽ എല്ലാവരും പ്രബോധന പുത്രരായിരിക്കണം. ബർന്നബാസ് എന്ന വാക്കിന്റെ അർത്ഥം അതാണ്. ബർന്നബാസ് വിശ്വാസവും പരിശുദ്ധാത്മാവുമുള്ള നല്ല മനുഷ്യനായിരുന്നു. ദൈവവചനം വർദ്ധിക്കാൻ, പരക്കുവാൻ, സഭ വളരുവാനിടയായെന്നാണ് പിന്നീട് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ദൈവവചനം പരക്കുമാറാക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട, ദൈവത്തിന് കൂടുതൽ മഹത്വം കൊടുക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിട്ട് ഞാൻ നിങ്ങൾ തീരണം. ഇവിടെ നമ്മൾ വായിച്ചത്, അതിൻ്റെ ശേഷം വലിയ പ്രതികൂലത്തിന് ശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ചു. എവിടെ നിന്ദിക്കുന്നു, എവിടെ എതിർക്കുന്നു, എവിടെ പരിഹസിക്കുന്നുവോ അവിടെയെല്ലാം യേശു സഞ്ചരിക്കുകയാണ്. എന്നാൽ മറ്റൊരു വാക്യം, യഹൂദന്മാർ അവനെ കൊല്ലാൻ അന്വേഷിച്ചതുകൊണ്ട് യഹൂദ്യയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സില്ലായിരുന്നു. ചോദ്യം, പേടിച്ചിട്ടാണോ? അല്ല. എന്തുകൊണ്ടാണ്? യേശുവിനെ കൊല്ലാൻ അന്വേഷിച്ചപ്പോൾ പേടിക്കുകയാണോ? അല്ല. മരണത്തെ പേടിയില്ല യേശുവിന്. എന്താ കാരണം? യേശു സാക്ഷാൽ പുനരുത്ഥാനവും ജീവനുമാണ്. യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെങ്കിൽ യേശു ജീവനല്ലേ, സമൃദ്ധിയായ ജീവനല്ലേ. യേശുവിനെ കൊല്ലാൻ ആർക്കും കഴിയില്ലെന്ന് യേശുവിന് അറിയാം. പിന്നെ എന്തുകൊണ്ടാ യേശു ഈ ഭൂമിയിലേക്ക് വന്നത്? കല്ലേറുകൊണ്ടോ മറ്റു പീഡനങ്ങളിലൂടെ മരിക്കാനല്ല. വേല തികച്ച ശേഷം ക്രൂശിൽ മരിക്കണം. ഗലാത്യർ 3:13 പോലെ മരത്തിൽ തൂങ്ങുന്ന ഏവനും ശപിക്കപ്പെട്ടവനാകുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അതിൻ്റെ അർത്ഥം എന്താ? യേശു കല്ലേറുകൊണ്ടോ യഹൂദന്മാരുടെ ആക്രമണങ്ങളിലൂടെയോ മരിക്കാൻ പാടില്ല. മലയുടെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ നോക്കി, പിശാച് കടലിൽ മുക്കിക്കൊല്ലാൻ നോക്കി, ജനിച്ച കാലത്ത് ഹേരോദാവിൽ കടന്ന് ബത്ലഹേമിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന കൂട്ടത്തിൽ കൊല്ലാൻ നോക്കി. യേശുവിനെ നോട്ടമിട്ടാണ് ആ വലിയ കുരുതി നടന്നത്. യേശു മാത്രം അതിൽ നിന്ന് പുറത്തു വന്നു. അപ്പോൾ ജനിച്ച കാലം മുതലേ അറുക്കുക, മുടിക്കുക, കൊല്ലുക എന്ന പ്രതിസന്ധി നേരിട്ടവനാണ് യേശു. ഇവിടെ യേശുവിനെ കൊല്ലാൻ നോക്കുന്ന സ്ഥലത്തുനിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. ചില വിശ്വാസികൾക്ക് തെറ്റായ വ്യാഖ്യാനമുണ്ട്. അതായത്, എനിക്കൊരു പ്രതിസന്ധി വന്നാൽ ഞാൻ ഓടില്ല, വാഗ്ദത്തമുള്ള നീ അവിടെ നിന്ന് ഓടണമെന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു പട്ടണത്തിൽ ഉപദ്രവം നേരിട്ടാൽ അവിടെ നിന്ന് നിങ്ങൾ അടുത്ത പട്ടണത്തിലേക്ക് ഓടണമെന്ന് യേശു പറഞ്ഞ എന്താണ്? ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ഓടത്തൊന്നുമില്ല, ഞാൻ അവിടെ നിൽക്കും. ഒരു വലിയ പ്രതികൂലം വന്ന് ഞാൻ അവിടെ നിൽക്കും. നീ ഓടണമെന്ന് കർത്താവ് പറഞ്ഞു. യേശു ആ വഴിയിൽ നിന്ന് മാറിപ്പോയി. എന്താണ്? ഈ ഭൂമിയിലുള്ള നമ്മുടെ വേല തികയ്ക്കുന്നതിന് മുമ്പേ നമ്മെ നശിപ്പിക്കാൻ വരുന്ന എല്ലാറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. അവിടെ നിന്നു കൊടുക്കരുത്. നമ്മുടെ കഴുത്ത് കൊണ്ടുപോയി പിശാചിന്റെ കക്ഷത്തിൽ വെച്ചു കൊടുക്കുന്ന എന്തിനാ? നമ്മുടെ ഈ ഭൂമിയിലുള്ള ദൗത്യം എന്ന് പറഞ്ഞാൽ വേല തികയ്ക്കുക എന്നാണ്. ചിലർ പറയുന്ന ആർക്കും എന്നെ കൊല്ലാൻ പറ്റത്തില്ല, ധൈര്യം ഉണ്ടെങ്കിൽ വാടാ, ഇങ്ങനെയൊക്കെ വെല്ലുവിളിക്കുന്ന വിശ്വാസികളെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ജ്ഞാനമില്ലായ്മയാണ്. യേശു അവിടെ വായിക്കുന്നു, യഹൂദ്യയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സില്ലായിരുന്നു. എന്താണ്? യഹൂദന്മാർ അവനെ കൊല്ലാൻ അന്വേഷിച്ചു. യേശു അങ്ങനെയുള്ള ഇടത്തു നിന്നല്ല ഒഴിഞ്ഞു മാറി. കല്ലേറ് വന്നപ്പോഴൊക്കെ യേശു ഒഴിഞ്ഞു മാറി. കൊല്ലാൻ വന്ന ഇടത്തു നിന്നൊക്കെ യേശു ഒഴിഞ്ഞു മാറി. യേശു കുഞ്ഞിനെയും കൊണ്ട് മറിയയും ജോസഫും എന്തിനാ ഓടുന്നേ? മറിയ പറയണം, അച്ഛാ ഞാൻ വരുന്നില്ല, യഹൂദന്മാരെ രാജാവായി പറന്ന ഇത്രയും വലിയ രാജാവിനെ ആർക്കും കൊല്ലാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞോ? ഇല്ല, അവർ മിസ്രൈമിലേക്ക്, ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു.
ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ കെരീത്തിൽ പോയി ഒളിച്ചിരിക്കാൻ. ചിലയിടത്ത് നമ്മൾ ഒളിച്ചു പാർക്കണം, ചിലയിടത്ത് നമ്മൾ ആ രഹസ്യമായിരിക്കണം. ദാവീദ് രാജാവ് ആഗീശിന്റെ കൊട്ടാരത്തിൽ രക്ഷപ്പെടാനായിട്ട് ഒരു ഭ്രാന്തനായി അഭിനയിച്ചു. എന്തിനാ അങ്ങനെ അഭിനയിച്ചു? ഓ, ഞാൻ രാജാവാണ്, എന്നെ ആർക്കും തൊടാൻ പറ്റത്തില്ല, എൻ്റെ മേൽ അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞ് നിന്നോ? ഇല്ല. അവിടെ ദൈവജ്ഞാനം കൊടുത്തു എങ്ങനെ അവിടെ നിന്ന് പുറത്തു വരണം. ഒരു ഭ്രാന്തനായിട്ട് അഭിനയിച്ച് അവിടെ നിന്ന് പുറത്തു വന്നു. എന്നിട്ടൊരു സങ്കീർത്തനം എഴുതി. ജ്ഞാനം വേണം. എവിടെ നിന്ന് ഒഴിഞ്ഞു മാറണം, എവിടെ നിൽക്കണം. വെറുതെ പോയി നമ്മുടെ തല പിശാചിന്റെ കക്ഷത്തിൽ വെച്ച് കൊടുക്കരുത്. നമ്മുടെ വേല തികക്കുക എന്നുള്ളതാണ് നമുക്കുള്ള വിസ്ഡം. യേശു അത് ചെയ്തു. യേശു അങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങളും ചില സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. ഇവിടെ മറ്റൊരു വാക്യം കൂടി ഞാൻ വായിക്കാം. എബ്രായ ലേഖനം 5:7. അതെങ്ങനെയാണ്? ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത്, ഈ ലോക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നവനോട് കരഞ്ഞു പ്രാർത്ഥിച്ചത്. അങ്ങനെ മറുപടി കിട്ടിയെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? ഈ വാക്ക് ചില മതങ്ങൾ എടുത്തിട്ട് പറയുന്നത് യേശു ക്രൂശിൽ കിടന്ന് ഭയങ്കരമായിട്ട് നിലവിളിച്ചു. ഏലി ലമ്മ ശബക്താനി, എന്നെ കൈവിട്ടോ? ആ നിലവിളി കൂടിയപ്പോൾ യേശുവിനെ കർത്താവ് ക്രൂശിൽ നാണിയൊക്കെ തെറിച്ചു പോയെന്ന്. യേശു കുരിശിൽ നിന്ന് ഇറങ്ങി ഓടിയെന്ന്. ഓടിയിട്ട് ഇന്ത്യയിൽ എവിടെ കാശ്മീരിൽ വന്ന് കല്യാണം കഴിച്ച് പാർത്തെന്ന്. അപ്പോൾ യേശു എന്ന പേരിലൊരു കല്ലറ കാശ്മീരിലുണ്ട് പോലും. അങ്ങനെ യേശു കാശ്മീരിൽ വന്ന് കല്യാണം കഴിച്ച് ജീവിച്ചത്. എങ്ങനെ? യേശു ഉറച്ച നിലവിളിയോടെ പ്രാർത്ഥിച്ചെന്ന് വാക്യം. ഈ വാക്യം എടുത്തിട്ട് അവർ പറയുന്നത്. എന്തിനാണ് യേശു നിലവിളിച്ചത്? എന്തിനാണ് യേശു ഉറക്കെ കരഞ്ഞത്? യേശു ക്രൂശിൽ നിലവിളിച്ചത് ഏലി ഏലി ലമ ശബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ത്? സങ്കീർത്തനത്തിലെ പ്രവചനം നിവർത്തിയാകാനാണ് യേശു അത് കരഞ്ഞത്, രക്ഷപ്പെടാനൊന്നുമല്ല. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയെന്നാണ് യെശയ്യാവ് 53 കാണുന്നത്. അതിൻ്റെ അർത്ഥം തകർത്ത് കളയാൻ ദൈവം കൈവിട്ട് കളഞ്ഞു. അവൻ തകർന്നതാണ് നമ്മൾ പണിയപ്പെടാൻ കാരണം. അവൻ അടികൊണ്ടതാണ് നമ്മൾ സൗഖ്യമാകാൻ കാരണം. അവൻ ക്രൂശിൽ തൂങ്ങിയത് കൊണ്ടാണ് നമ്മുടെ ശാപങ്ങളെല്ലാം ക്രൂശിൽ തൂങ്ങപ്പെട്ടത്, നമ്മൾ സ്വതന്ത്രമായി അനുഗ്രഹിക്കപ്പെട്ടത്. യേശു ക്രൂശിലൂടെ തന്നെ വേല പൂർത്തിയാക്കിയ ശേഷം തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിക്കണം, എന്നാലേ രക്ഷ പൂർത്തിയാകൂ. അതിനുവേണ്ടിയാണ് യേശു ഓരോ പ്രതിസന്ധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. അതുകൊണ്ട് ഞാൻ ദൈവ പൈതലാണ്. ഞാനിപ്പോൾ പറഞ്ഞാൽ 12 ലീജിയൻ പട്ടാളം ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങും. ഒന്ന് യേശു പറഞ്ഞില്ല. യേശുവിന് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നിലത്ത് വീണ്, കോതമ്പ് പണി നിലത്ത് വീണ് ചാകാനെന്ന് പറഞ്ഞിട്ട് മരിക്കാനാണ്. യേശുവിൻ്റെ ക്രൂശ് മരണമാണ് നമുക്ക് നിത്യജീവൻ കൊണ്ടുവന്നത്. ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടിയെന്ന്. അപ്പോൾ ഒരു വലിയ ജയോത്സവത്തിലേക്കാണ് യേശു പ്രവേശിക്കാൻ പ്രാർത്ഥിച്ചത്. ഉറച്ച നിലവിളി, കർത്താവേ എനിക്ക് ക്രൂശിൽ കയറണം. എന്താണ്? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ എനിക്ക് ജയോത്സവം കൊണ്ടാടണം. അതിനുവേണ്ടി യേശു തൻ്റെ ജീവിതകാലത്ത് വന്ന എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും മാറിക്കളഞ്ഞു. അതായത് നമ്മുടെ ഗോള് പൂർത്തിയാക്കണം. ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതം കൊണ്ട് ചെയ്തു തീർക്കേണ്ടത് ചെയ്യുന്നതാണ് വിജയം, ചാകുന്നതല്ല. ചിലർ പറയും ഞാൻ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകുമെന്ന്. കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകുന്നതല്ല വലിയ കാര്യം, കർത്താവിന് വേണ്ടി ജീവിക്കുന്നതാണ് വലിയ കാര്യം. ചാകാൻ എന്ത് എളുപ്പമാണ്? ബാത്റൂമിൽ ഉരുണ്ട് വീണാലും ചാകും, വണ്ടി ഇടിച്ചാലും ചാകും,
കൊതുക് കടിച്ചാ ചാകും. ലോകത്തിലെ ഏറ്റവും വലിയ രാജാവ് അലക്സാണ്ടർ കൊതുക് കടിച്ച് ചത്താണ്. ചാകുന്നതാണ് വലിയ വിഷയം, രക്തസാക്ഷിയാകുന്നതല്ല വിഷയം. വേല തികയ്ക്കുന്നതാണ് നമ്മുടെ ആഹാരം. പൗലോസ് പറഞ്ഞ പോലെ പറയണം, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എന്നിട്ടാ രക്തസാക്ഷിയായത്. വേല തീർക്കാതെ രക്തസാക്ഷിയാകല്ല. യേശു വേല തികച്ചിട്ടാണ് രക്തസാക്ഷിയായത്. വിഡ്ഢിത്തരങ്ങൾ ചിന്തിക്കരുത്. നമ്മെ ദൈവം ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കണം. അതിനിടയിൽ വരുന്നതിൽ നിന്നെല്ലാം നമ്മൾ ഓടി മാറണം. യേശു പറഞ്ഞു, നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഉപദ്രവം നേരിട്ടാൽ അടുത്ത പട്ടണത്തിലോട്ട് ഓടിപ്പോയിക്കൊള്ളണം. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ വേല തീർക്കണം. അതാണ് അതിൻ്റെ അർത്ഥം. ജ്ഞാനമില്ലാതെ വരുമ്പോൾ വിഡ്ഢിത്തരങ്ങൾ പറയും. ഒരിക്കലും നമുക്ക് അങ്ങനെ ഉണ്ടാകരുത്. യേശുവിനെ പോലെ പലതിൽ നിന്ന് നമ്മൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയണം. ഒളിക്കേണ്ടടുത്ത് ഒളിക്കണം, നേരെ ചെല്ലേണ്ടടുത്ത് നേരെ ചെല്ലണം. ഏലിയാവ് ചെയ്തതുപോലെ. അതിനുള്ള ജ്ഞാനം ദൈവത്തിൽ നമുക്ക് പ്രാപിക്കാം. കർത്താവ് അത് തരട്ടെ. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കാൻ തക്കവണ്ണം വിവേകമുള്ളൊരു ഹൃദയം എല്ലാവർക്കും ഞങ്ങൾ ചോദിക്കുന്നു. എവിടെ നിൽക്കണം, എവിടെ ഒഴിഞ്ഞു മാറണം, എവിടെ ഒളിച്ചിരിക്കണം, എവിടെ നിന്ന് ഓടി ഒളിക്കണം, എവിടെ കരഞ്ഞ് പ്രാർത്ഥിക്കണം. യേശുവേ, അങ്ങയുടെ തിരുവഴുത്തിലൂടെ ഞങ്ങളെ വെളിപ്പെടുത്തി വേണ്ട ജ്ഞാനവും വിവേകവും ഞങ്ങൾക്ക് നൽകണേ. ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഞങ്ങൾക്ക് തീർക്കാനുള്ള എല്ലാ വേലയും തീർത്ത് അങ്ങയുടെ സന്നിധിയിലേക്ക് വരാൻ ഞങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാക്കി തരണം. ഇത് കേൾക്കുന്ന എല്ലാവർക്കും പ്രത്യേക ജ്ഞാനം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കും. അസാധാരണമായ വിജ്ഞാനം ജീസസ് എവരിഡേ എന്ന പ്രാർത്ഥനയിലൂടെ അവിടെ നിങ്ങൾക്ക് തരുന്നതിനായി നന്ദി. ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. സൗഖ്യവും വിടുതലും കൽപ്പിച്ചാക്കും. വഴികളും വാതിലുകളും തുറന്നു വരട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരെ യേശു കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.